കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുകിൽ നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുകിൽ നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. രക്ഷകനായി യേശുവിനെ സ്വീകരിച്ചിടുവിൻ. അക്ഷയമാം ജീവൻ നീ സ്വന്തമാക്കിടുവിൻ. രക്ഷകനായി യേശുവിനെ സ്വീകരിച്ചിടുവിൻ. അക്ഷയമാം ജീവൻ നീ സ്വന്തമാക്കിടുവിൻ. അനുതാപം നിറയും ഹൃദയം അലിവേറും നാഥന നൽകു. അനുതാപം നിറയും ഹൃദയം അലിവേറും നാഥന നൽകു. നവമാം ജീവൻ നുകരൂ. കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുകിൽ നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ആർ മെനി മാൻഷൻസ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് തിരുവചനത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 2-3 വാക്യങ്ങൾ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 2 and 3 verses. In my father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. 3-ാമത്തെ വാക്യം. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there you may also be. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മനുഷ്യൻ്റെ ഹൃദയം, അതാരുടെ ഹൃദയമായാലും കലങ്ങുന്ന ഹൃദയമാണ്. എത്ര ഭീരുവായാലും ശരി, എത്ര ക്രൂരനായാലും ശരി, ഒരു ഘട്ടം വരും ഹൃദയം കലങ്ങുന്ന ഒരു സമയമുണ്ടാകും. യേശുവിൻ്റെ വിടവാങ്ങൽ വചനങ്ങൾ യോഹന്നാൻ 14 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ധാരാളം പ്രതികൂല സാഹചര്യങ്ങളിൽ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. അവരോടാണ് യേശു ഈ ആശ്വാസവചനം പറയുന്നത്. എന്തുകൊണ്ട് നാം ഹൃദയം കലങ്ങേണ്ടതില്ല എന്നതിന് പ്രത്യാശയുള്ള ഒരു 5 വചനങ്ങൾ ഈ 14 അധ്യായത്തിൽ തന്നെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്കായി ഒരു നിത്യഭവനം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ തിരുവചന ഭാഗമാണ് 14 അധ്യായം യോഹന്നാൻ 14 2-3 വാക്യത്തിൽ കുറിവാക്യമായിട്ട് കർത്താവ് നമ്മളോട് സംസാരിച്ചത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ വാസസ്ഥലത്ത് എത്താനായിട്ട് കർത്താവ് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആഗ്രഹം തൻ്റെ മക്കളെല്ലാം അവിടെ എത്തണമെന്നാണ്. ആര് എൻ്റെ കർത്താവ് യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുന്നു, ആര് യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു, അവനെ തീർച്ചയായിട്ടും ഒരു ഭവനം
ഒരു വാസസ്ഥലം നിത്യതയിൽ ഉറപ്പാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആർക്കും അവരെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അവകാശവാദം ഉള്ളത് കർത്താവിന് മാത്രമാണ്. എന്നാൽ പല കൂട്ടായ്മകളും ഈ അവകാശം പറയുന്നുണ്ട്. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ എത്തുകയുള്ളൂ എന്ന്. സ്തോത്രം. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരല്ല, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവർ മാത്രമേ അവിടെ എത്തുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വലുതായി കാണണ്ട, ചെറുതായും കാണണ്ട. നമ്മളുടെ മേൽ അധികാര അവകാശം കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമാണ്. കാരണം കർത്താവ് മാത്രമേ തൻ്റെ ജീവൻ നമുക്കായി വെച്ച് തന്നിട്ടുള്ളൂ. ഈ ലോകത്തിൽ വലിയ സൗധങ്ങൾ പണിത് ജീവിക്കുന്നവർ ധാരാളമുണ്ട്. സ്വന്തമായി ചെറുഭവനങ്ങൾ ഉള്ളവരും അനേകരുണ്ട്. ഒരു ഭവനം ഇല്ലാതെ വാടക കൊടുത്ത് ദുരിതത്തിൽ ഇരിക്കുന്നവരുമുണ്ട്. വീടില്ലാതെ അലഞ്ഞു നടക്കുന്നവരുമുണ്ട്. അവരോടെല്ലാം യേശു പറയുകയാണ്, ഈ ഭൗതിക ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സാരമില്ല. ഈ ലോകത്തിൽ സ്വന്തമായി ഭവനമില്ലെങ്കിലും നമുക്കായി ഒരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സന്തോഷമുള്ളവർ എന്നോടൊപ്പം ഒരു ചേർന്നവർ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ശാരീരിക വേദനയും രോഗവും ശരീരമാകുന്ന ഭവനത്തെ നശിപ്പിച്ചാലും നിനക്കായി നിത്യമായൊരു ഭവനം ഒരുങ്ങുന്നുണ്ട്. ഇത് പരിപൂർണമായും വിശ്വസിച്ച ഇയ്യോബ് പ്രത്യാശയോടെ പറഞ്ഞ തിരുവചന ഭാഗം ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-27 വാക്യത്തിൽ, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഈ ഇയ്യോബിന്റെ പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ആ നിത്യഭവനത്തിൽ കയറാനായിട്ട് പ്രത്യേക ഗുസ്തിയൊന്നും ആവശ്യമില്ല, പ്രത്യേക കൈക്കൂലിയും കൊടുക്കണ്ട. ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് പലരെയും സ്വർഗത്ത് കയറ്റിവിടുന്ന പ്രവണതകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. ഇതെല്ലാം കളിപ്പിക്കലാണ്. കൈക്കൂലി കൊടുത്ത് ആർക്കും ആരെയും നിത്യതയിൽ കയറ്റാനും പറ്റില്ല, കയറ്റിയ ചരിത്രവും ഇല്ല. അത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ഭവനത്തിന് വേണ്ടി പ്രയത്നിക്കണം. വേദനയുടെയും ദുരിതത്തിൻ്റെയും കാലം കഴിഞ്ഞാലും കർത്താവിനെ മുഖാമുഖം നിത്യമായ ഭവനത്തിൽ കാണും എന്ന് ഇയ്യോബപ്പച്ചൻ പ്രത്യാശിച്ചു. നമ്മുടെ ഹൃദയം കലങ്ങേണ്ട. കാരണം നമുക്ക് ആശ്വസിക്കുവാൻ ഒരു ശാശ്വത ഭവനമുണ്ട്. രണ്ടാമതായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊരു വഴിയുണ്ട്. പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, ഒരു വഴിയും കാണാനില്ലെന്ന്. നാം കലങ്ങേണ്ടതില്ല. കാരണം കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിത്യതയിലെത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു മാത്രം. കർത്താവ് മുഖാന്തരമല്ലാണ്ട് ആർക്കും നിത്യതയിലെത്താൻ കഴിയത്തില്ല, പിതാവിന്റെ അടുക്കലെത്താൻ കഴിയത്തില്ല. വേറെ ഒരു ഇടവഴിയുമില്ല. വേറെ ആർക്കും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സാധിക്കത്തില്ല. ഇന്നത്തെ തലമുറ എങ്ങോട്ട് പോകുന്നുവെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ മക്കൾ ഏത് വഴി പോകുന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ സമൂഹവും ലോകവും ഏത് വഴിയിൽ പോകുന്നു എന്നും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നാശത്തിന്റെ പാത ഇമ്പകരവും വഴി നാഷണൽ ഹൈവേ പോലുള്ള വിശാലവുമാണ്. ഒരുവന് ആ വഴി ചൊവ്വായി തോന്നും, എന്നാൽ ആ വഴി നാശകരമെന്ന് അവൻ പിന്നീട് അറിയും. ആ വഴിയിൽ കൂടി പോയാൽ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. ക്രിസ്തുവാണ് ഏക വഴി. ആ വഴിയിൽ കൂടി നാം നടന്നാൽ നമ്മുടെ മക്കളും ആ വഴി സഞ്ചരിക്കും. ക്രിസ്തുവിന്റെ വഴി പൊതുവഴിയാണ്. എല്ലാവർക്കും ജാതിമത ഭേദമന്യേ അതിൽ കൂടി കടക്കാം. ആ വഴി കണ്ടെത്തുന്നവർ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. കൽവരിയിലെ പരിശുദ്ധ രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. മനുഷ്യനായി പിറക്കുന്ന ഓരോ കുഞ്ഞിനും വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ രക്തം സമർപ്പിച്ചത്. ആ പരിശുദ്ധ രക്തമാണ് നമ്മളുടെ മേലുള്ള അവകാശം. കർത്താവിന് മാത്രമേ നമ്മുടെ മേൽ അവകാശമുള്ളൂ. സ്തോത്രം. ഈ ജീവന്റെ പുസ്തകം ഭൂമിയിൽ ഒരു കൂട്ടായ്മയുടെ കയ്യിലും കർത്താവ് കൊടുത്തിട്ടില്ല. ചിലർ വിശ്വസിക്കുന്ന പോലെ കർത്താവ് ഡയറക്റ്റായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഏക സഭ ഞങ്ങളുടെ സഭയാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അവരുടെ കയ്യിലും കർത്താവ് ജീവന്റെ പുസ്തകം കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ഏത് കൂട്ടായ്മയുടെ കയ്യിലാണ് ജീവന്റെ പുസ്തകം ഇരിക്കുന്നത്, ആ കൂട്ടായ്മയിലുള്ള മക്കളുടെ കുടുംബക്കാരുടെ പേരും അളിയന്റെ പേരും പെങ്ങളുടെ പേരും ബന്ധുക്കളുടെ പേരും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ കൂട്ടായ്മ വെറുക്കുന്ന കൂട്ടായ്മകൾ അവരുടെ ആരുടെ പേരുണ്ടാകത്തില്ല. സോ
കർത്താവ് അറിഞ്ഞു തന്നെയാണ് ജീവന്റെ പുസ്തകം കർത്താവിൻ്റെ കയ്യിൽ വച്ചിരിക്കുന്നത്. ആര് കർത്താവിനെ വഴി അന്വേഷിക്കുന്നോ, ആര് കർത്താവിനെ തേടുന്നോ, ആര് പരസ്യമായിട്ട് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു അവൻ്റെ പേര്, ആര് പരസ്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വചനം ഏറ്റെടുത്ത് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരുന്നു അവൻ്റെ പേര്. ഇന്ന് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. സ്വർഗം തുറന്ന് പറയുന്ന സമയമാണത്. ആ സമയത്താണ് ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടുന്നത്. പള്ളിയിലെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് കരുതി നിത്യതയിലെത്തില്ല. ജീവന്റെ പുസ്തകത്തിൽ പേര് കാണാത്തവരെല്ലാം തീപ്പൊയ്യയിൽ തള്ളപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് വരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:8-9 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോവുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോവുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. ഹല്ലേലൂയ! ഒരു സന്തോഷമില്ലേ അപ്രകാരമുള്ള ഒരു നിത്യഭവനത്തിൽ എത്തിച്ചേരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ? അല്ലേ? അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിടേണ്ട. കാരണം നമുക്ക് ഒരു വഴിയുണ്ട്, യേശു ക്രിസ്തുവാകുന്ന വഴി. മൂന്നാമതായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ഹൃദയം കലങ്ങിപ്പോകേണ്ട. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. സ്വർഗത്തിന്റെ ഉറപ്പാണ്. അതാണ് കർത്താവിന്റെ പ്രത്യേകത. ഈ കോൾ അപ്പൺ മീ ആൻഡ് ഐ വിൽ ആൻസർ. ഒരു 7 ആഴ്ച നൊവേനയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൾ ഫിനിഷ്ഡ്. അതെല്ലാം കാൽവരിയിൽ കർത്താവ് പൂർത്തീകരിച്ചു. ഇനി എങ്ങും ഓടണ്ട. ആ തിരുവചനം ഏറ്റെടുത്ത് കർത്താവ് പറയുന്നത് പോലെ അവിടുത്തോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ മതി. ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് വിളിച്ചപേക്ഷിപ്പാൻ ഒരു നാമമുണ്ട്. ആരുമില്ലാതെ വഴിയരികിൽ ഭിക്ഷയാചിച്ചവൻ യേശു ആ വഴി പോകുന്നത് അറിഞ്ഞപ്പോൾ നിലവിളിച്ച സംഭവം നമുക്കറിയാല്ല. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ആ അപേക്ഷ കേട്ടപ്പോൾ യേശു അവിടെ നിന്നു. ഇന്നും ഈ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് പലരും കർത്താവിനെ വിളിക്കുന്നുണ്ട്. ആ വിളിക്ക് കർത്താവ് ഉത്തരം കൊടുത്തിരിക്കും. വിളി കേട്ട് അവിടുന്ന് നിന്ന് ആവശ്യം ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് സ്വർഗം തുറന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ! കഴിഞ്ഞ ദിവസം ഒരു പ്രീസ്റ്റ് പറയുന്നത് കേട്ട്, യേശുവിൻ്റെ നാമം ഒന്ന് വിളിച്ചാൽ മതി, ഏതാണ്ട് 300 ദിവസത്തേക്കുള്ള ദണ്ഡവിമോചനം കിട്ടുമെന്ന്. ഇത് കർത്താവൊന്നും പറഞ്ഞിട്ടില്ല. ദണ്ഡവിമോചന കാര്യത്തെക്കുറിച്ച് കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു പ്രത്യേക സഭയുടെ ഒരു തല്ലിക്കൂട്ടിലാണ്. അത്തരത്തിലുള്ള പഠിപ്പിക്കലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആൾക്കാരൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞത്, യു കോൾ അപ്പോൺ മീ, ദാവീദിന്റെ പുത്രാ, എൻ്റെ മേൽ കരുണ തോന്നണമേ. ആര് വിളിക്കുന്നോ, പൂർണ്ണ ഹൃദയത്തോടെ ആര് കർത്താവിനെ വിളിക്കുന്നോ, അവന്റെ വിളി ദൈവം കേട്ടിരിക്കും. എന്നോടൊപ്പം ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ! ഒരു ആമേൻ പറയാം. ആമേൻ. വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവന്റെ ആ നിലവിളി, ആ അപേക്ഷ കേട്ടപ്പോൾ യേശു അവിടെ നിന്നു. നാം യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു അവിടെ നിൽക്കും. ഒരു സംശയമില്ല. രക്തസ്രാവമുള്ളവൾ യേശുവിന്റെ വസ്ത്രം തൊട്ടപ്പോൾ രക്തസ്രാവം നിലച്ചു എന്ന വചനത്തിലുണ്ടല്ലോ. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവിക ശക്തി പകരപ്പെടും. നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ ഒരു നാമമുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങേണ്ടതില്ല. 4-മതായിട്ട് കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നത്, സത്യത്തിന്റെ ആത്മാവിനെ നൽകിയതിനാൽ ഹൃദയം കലങ്ങേണ്ടത്. സത്യത്തിന്റെ ആത്മാവിനെ നൽകിയതിനാൽ ഹൃദയം കലങ്ങേണ്ടതില്ല. യോഹന്നാന്റെ സുവിശേഷം 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ സഹായകൻ നമ്മുടെ കൂടെയുണ്ട്. ആ സഹായകനാണ് ഈ തിരുവചനം എഴുതി തന്നത്. 40 വ്യക്തികളെ ഈ സഹായകൻ കരങ്ങളെടുത്തെങ്കിലും പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോഴതുകൊണ്ട് ഭൂമിയിലെ ഒരു കൂട്ടായ്മയും അവകാശം പറയേണ്ട സഭയിലാണ് വചനം ഉണ്ടായതെന്നും. സഭ ഉണ്ടാകുന്നതിന് മുമ്പ് വചനമുണ്ട് സഹോദര. സഭ
സഭയായിട്ട് രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് ത്രിയേക ദൈവം ഉണ്ട്, മറന്നുപോകരുത്. പരിശുദ്ധാത്മാവ് ദൈവമാണ് തിരുവചനത്തിൻ്റെ ഓദർ. ആരുമില്ല എന്ന് പറഞ്ഞ് നാം ഹൃദയം കലങ്ങേണ്ടതില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ധൈര്യത്തിൻ്റെ, ശക്തിയുടെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് സകല ബലഹീനതകളിലും സന്തത സഹചാരിയായി നമ്മോടൊപ്പം വസിക്കും. നമ്മെ സകലത്തിലും വഴി നടത്തും. സ്തോത്രം. സഹായകനെ തന്നിരിക്കുന്നത് വഴിമുട്ടി വഴി അടഞ്ഞു എന്നും പറഞ്ഞിരിക്കാനല്ല. പരിശുദ്ധാത്മാവ് ദൈവമേ, എൻ്റെ മുന്നിലുള്ള വഴി കാണിച്ചു തരണമേ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. സ്തോത്രം. അഞ്ചാമതായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ സമാധാനം നൽകപ്പെട്ടതിനാൽ ഹൃദയം കലങ്ങേണ്ടതില്ല. സ്തോത്രം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഇന്ന് ഈ ലോകത്തിൽ സകലതും നേടിയിട്ടും സമാധാനമില്ലാതെ അലയുന്ന അനേകരുണ്ട്. ലോകത്തിലുള്ള ഒന്നും നമുക്ക് ശാശ്വത സമാധാനം നൽകുകയില്ല, ഒരിക്കലും നൽകില്ല. ഈ ലോകത്തിൽ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ സമാധാനദാതാവായി യേശു ചാരെ ഉള്ളതിനാൽ, തൊട്ടടുത്തുള്ളതിനാൽ നമ്മുടെ ഹൃദയം കലങ്ങേണ്ടതില്ല. യേശു തരുന്ന ഈ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. കാരണം വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, അവിടുന്ന് അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവാരം അറിയുകയുള്ളൂ. കലുഷിതമായ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ കണ്ട് കേട്ട് ഭയപ്പെട്ടു പോകാതെ, കലങ്ങിപ്പോകാതെ, നുറുങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ, അവിടുന്ന് വചനത്തിലൂടെ തരുന്ന പ്രത്യാശയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുവാൻ ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് കരുതുന്നതിനായി സ്തോത്രം, അവരുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും തിരുക്കരങ്ങളിൽ തരുന്നു. അത് അവിടുത്തെ തിരികത പ്രകാരം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളുടെ മേൽ ഇരട്ടി പങ്ക് അഭിഷേകം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയവേദന മാറട്ടെ, അവരുടെ ഭയം മാറട്ടെ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണ സൗഖ്യം വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. വിശേഷാൽ ഇന്ന് നടക്കുന്ന വിവിധ ഇടങ്ങളിൽ, വിവിധ സഭകളിൽ, കൂട്ടായ്മകളിൽ നടക്കുന്ന ആരാധനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിലൂടെ ഓരോ മക്കൾക്കും ആവശ്യമായ സ്വർഗീയ മന്ന അവിടുന്ന് വിളമ്പി ഇരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മാമലയെ മാറ്റിയിടും നിന്റെ വിശ്വാസം, യാചനയാ നീ നിത്യം ശക്തമാക്കിടുവിൻ. മാമലയെ മാറ്റിയിടും നിന്റെ വിശ്വാസം, യാചനയാ നീ നിത്യം ശക്തമാക്കിടുവിൻ. ആത്മാവ നിറയാൻ നിരതം വരദാനം നാഥൻ ചൊരിയും. ആത്മാവ നിറയാൻ നിരതം വരദാനം നാഥൻ ചൊരിയും. പോകൂ, വചനം പകരൂ, കർത്താവാമേശുവിൽ വിശ്വസിച്ചിടുകിൽ. നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. കർത്താവാമേശുവിൽ വിശ്വസിച്ചിടുകിൽ. നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും.